ലെഫ്റ്റ് ഹാൻഡറായ ശിവൻ ദൂബയും അതുപോലെ ലെഫ്റ്റ് ഹാൻഡറായ അഭിഷേക് ശർമ്മയും ഒരേ സമയം ക്രീസിൽ വന്നു. സഞ്ജുവിനെ പുറത്താക്കാൻ വേണ്ടി മാത്രമാണോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ പരീക്ഷിച്ചത് എന്ന് സംശയം. ഈ ആകെ പൊസിഷൻ മാറ്റി പൊളിക്കുന്നു. സഞ്ജു സാംസൺ അതെ പൊസിഷനിലേക്ക് മാറ്റി സഞ്ജു സാംസൺ ഇറങ്ങാൻ അവസരമില്ലാത്ത, അതായത് ടോപ്പ് ഓർഡറിൽ കഴിഞ്ഞ വർഷം 3 സെഞ്ചുറി അടിച്ച മനുഷ്യനാണ് സഞ്ജു സാംസൺ. അതും ഈ ബംഗ്ലാദേശിനെതിരെ. ദൂരത്ത് കിടക്കുന്ന ഒരു കണക്കുകളൊന്നുമല്ലോ. അക്ഷർ പട്ടേൽ 15 പന്തിൽ 10 റൺസാണ് ആകെ എടുത്തിട്ടുള്ളത്. സഞ്ജു ഫോം ഔട്ട് ആകുന്ന സമയത്ത് കൃഷ്ണ കമാചാരി, ശ്രീകാന്ത് അവിടുന്ന് വിമർശനങ്ങൾ ഉയർത്തുന്നു, സുനിൽ ഗവാസ്കർ വിമർശനം ഉയർത്തുന്നു. പാകിസ്ഥാനിൽ ഷോയിബ് അക്തർ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് സഞ്ജു ആണെന്ന് പറയുന്നു. നമ്മൾ സഞ്ജു അടക്കമുള്ള താരങ്ങളുടെ ഫോം ഔട്ടിനെ കുറിച്ച് വാചാലരാകുന്ന ഈ സമയത്ത് സേഫായി അതിലെ സൈഡിൽ കൂടെ പോവുകയാണ് സൂര്യകുമാർ യാദവ്. ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെ 41 റൺസിന് തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഏഷ്യ കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഹാരിസ് നെന്മാറയുണ്ട്. ഹാരിസ്, ഈ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു, ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരം? 41 റൺസിന്റെ വിജയം എന്ന് പറഞ്ഞാൽ T20 ക്രിക്കറ്റിലൊരു നല്ല വിജയം തന്നെയാണ്. പക്ഷേ ഇന്ത്യയെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചൊരു മത്സരമാണിത്. അതെ അതെ അതെ. പിന്നെ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ നമ്മൾ ഈസി വാക്ക് ഓവറുകൾ പോലെ വളരെ അനായാസം ജയിച്ചതുപോലെ, കളി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതുപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ബംഗ്ലാദേശിനെതിരായ മത്സരം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നില്ല. 41 റൺസിൻ്റെ വിജയമായിട്ട് പോലും എന്നാണ്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ബാറ്റിംഗ് ഓർഡറിലെ അതൊരു വലിയ പരീക്ഷണങ്ങൾക്ക് മുതിർന്നൊരു മത്സരമാണിത്. പിന്നെ 1 ഡൗൺ ആയിട്ട് ശിവൻ ദുബെ വരുന്നു. ആകെ പൊസിഷൻ മാറ്റി പൊളിക്കുന്നു. സഞ്ജു സാംസൺ അതെ പൊസിഷനിലേക്ക് മാറ്റി സഞ്ജു സാംസൺ ഇറങ്ങാൻ അവസരമില്ലാത്ത ഒരു, അതായത് ടോപ്പ് ഓർഡറിൽ കഴിഞ്ഞ വർഷം 3 സെഞ്ചുറി അടിച്ച മനുഷ്യനാണ് സഞ്ജു സാംസൺ. അതും ഈ ബംഗ്ലാദേശിനെതിരെ 40 പന്തിൽ സെഞ്ചുറി അടിച്ച ആളാണ്. ഇത് അധികം ദൂരത്തൊന്നും അല്ലല്ലോ. ഇത് ദൂരത്ത് കിടക്കുന്ന ഒരു കണക്കുകളൊന്നും അല്ലല്ലോ. ബംഗ്ലാദേശിനെതിരെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് കളിച്ച മത്സരം 2024 ഒക്ടോബറിലാണ്. അന്ന് 40 പന്തിൽ സെഞ്ചുറി അടിച്ച സഞ്ജു സാംസൺ, 47 പന്തിൽ 111 റൺസ് അടിച്ച സഞ്ജു സാംസൺ. പിന്നെ ഇന്ത്യൻ T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 3ാമത്തെ സെഞ്ചുറി കയ്യിലുള്ള സഞ്ജു സാംസണ് അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ കളിക്കാൻ അവസരമില്ല എന്ന് പറയുന്ന സമയത്ത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അവസാനത്തെ 5 ഓവറുകൾ, ഇന്ത്യൻ ഇന്നിംഗ്സിൽ അവസാനത്തെ 5 ഓവറുകൾ, ഇപ്പോൾ ആദ്യത്തെ 10.1 ഓവറിൽ 10.1 ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ 100 കടന്നിട്ടുണ്ട്, 3 അക്കം തൊട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത 10 ഓവറിൽ അതെ 75 റൺസ് 5 സിക്സ്. അഭിഷേക് ശർമ്മ അങ്ങനെ തന്നെ കൺസിസ്റ്റന്റ് ആയി ഇന്ത്യൻ നിരയിൽ ഇപ്പോൾ ബാറ്റ് വീശുന്ന ഒരേ ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും ഈ മത്സരങ്ങളിലൊക്കെ ഇന്ത്യ ജയിച്ചതിൽ ഏറ്റവും പ്രധാനം ഇദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് ഒരു ബ്ലാസ്റ്റ് ആണ്. അതെ, അതായത് പവർ പ്ലേയിലൊക്കെ നമ്മൾ ഇന്നും 70 റൺസിന് മേലെ സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണ്. അത് തന്നെ ആ തുടക്കം തന്നെയാണ് ഇന്ത്യക്ക് എല്ലാ കളിയിലും ഊർജ്ജം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ 5 ഓവറുകൾ ഇന്ത്യൻ ഇന്നിംഗ്സിൽ എടുത്ത് നോക്കണം. 15ാമത്തെ ഓവറിൽ 5 റൺസാണ് ഇന്ത്യ സ്കോർ ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ 20ാമത്തെ ഓവറിൽ 4 റൺസ്. ഇതിനിടയിലുള്ള 18ാമത്തെ ഓവറിൽ മാത്രമാണ് ഇന്ത്യ 2 അക്കം കടന്നിട്ടുള്ളത്, 14 റൺസ് എടുത്തിട്ടുള്ളത്. ഈ ബാക്കി 5 ഓവറിലും ഇന്ത്യ ഒറ്റയക്കം റൺസുകളാണ്. എന്ന് പറഞ്ഞാൽ തകർത്തടിക്കേണ്ട സമയം അക്ഷർ പട്ടേലാണുള്ളത്. അക്ഷർ പട്ടേൽ 15 പന്തിൽ 10 റൺസാണ് ആകെ എടുത്തിട്ടുള്ളത്. ആ സമയത്ത് സഞ്ജു ബെഞ്ചിൽ വെറുതെ ഇരിക്കുകയാണ്. സഞ്ജുവിന്റെ ബെഞ്ചിൽ മാത്രമല്ല, ഈ സമയത്ത് ഇന്ത്യ പതറിയ ബോളർ, ആ ബോളർക്കെതിരെയാണ് സഞ്ജു കഴിഞ്ഞ പ്രാവശ്യം 5 സിക്സർ ഒരു ഓവറിൽ അടിച്ചത്. അതെ റിഷാദ് ഹുസൈനാണ് ഇന്ത്യയിലെ ഇന്ത്യൻ നിരയിൽ ടോപ്പ് ഓർഡർ തകർക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗില്ലിന്റെയും ദുബൈയുടെയും വിക്കറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റിന് അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻ ഫീൽഡിംഗ്. ഇന്ന് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവുകളിലൊന്ന് ഫീൽഡിംഗ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കഴിഞ്ഞ ചില മത്സരങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ടെന്നാണ്. ഇന്ന് പിന്നെ അവരുടെ സെയ്ഫ് ഹസന്റെ 3 ക്യാച്ചുകൾ, വരുൺ ചക്രവർത്തിയുടെ ഒരു ഓവറിൽ 2 ക്യാച്ച്, പിന്നെ കുൽദീപ് അതെ അതിൽ സഞ്ജു സാംസൺ ക്യാച്ച് വിടുന്നത് അതൊരു ജഡ്ജ്മെന്റിന്റെ പ്രശ്നമാണ്. പക്ഷേ ശിവൻ ദുബയും ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ ചേർന്ന് വിടുന്ന ഒരു ക്യാച്ച് ഉണ്ട്. അതെ, പിന്നെ കുൽദീപ് യാദവിന്റെ ഓവറിൽ ഒരു ക്യാച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഫീൽഡിംഗിൽ അതെ അപ്പോൾ ഫീൽഡിംഗിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ച സമയത്ത് പിന്നെ ബംഗ്ലാദേശ് മികച്ച ഫീൽഡിംഗ് പുറത്തെടുത്തൊരു ഒരു മത്സരം. ഈ റിഷാദിന്റെ കേസ് പറയുമ്പോൾ റിഷാദിന്റെ പന്തുകളിൽ നിന്ന് പതർന്ന കാഴ്ച, പക്ഷേ സഞ്ജു അന്ന് 5 സിക്സ് അടിച്ച മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, നമ്മൾ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസണ് ബാറ്റിംഗിന് അവസരം കിട്ടി. ആ സമയത്ത് ടീം മാനേജർ പറഞ്ഞത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ പരീക്ഷിക്കാൻ വേണ്ടി ഇന്ന് എവിടെ പോയി. കാരണം ഫസ്റ്റ് ഇന്ന് ശുഭ്മാൻ ഗിൽ ഔട്ടായി. അതായത് ശുഭ്മാൻ ഗിൽ ഔട്ടായ സമയത്ത് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായ ശുഭ്മാൻ ഗിൽ ഔട്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ആ ഒരു ഫോർമാറ്റ് ഒന്നും അല്ല ഇന്ത്യ മൊത്തം മാറ്റി മറിച്ചിട്ടാണ് അക്ഷർ പട്ടേൽ സഞ്ജുവിന് മുമ്പ് വരിക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ആരാധകർ. ലെഫ്റ്റ് ഹാൻഡറായ ശിവൻ ദുബയും അതുപോലെ ലെഫ്റ്റ് ഹാൻഡറായ അഭിഷേക് ശർമ്മയും ഒരേ സമയം ക്രീസിൽ വന്നു. സഞ്ജുവിനെ പുറത്താക്കാൻ വേണ്ടി മാത്രമാണോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ
കോമ്പിനേഷൻ പരീക്ഷിച്ചത് എന്ന് സംശയം ഈ മത്സരം തോറ്റിരുന്നെങ്കിലൊക്കെ പിന്നെ ശരിക്കും പിന്നെ മാനേജ്മെന്റ് വലിയ ചോദ്യങ്ങൾക്ക് ഇപ്പൊ ഇതിൽ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അവസാനത്തെ പോലെ തിലക് വർമ്മ വരുന്നു എന്നുള്ളതടക്കമുള്ള ഒരുപിടി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മത്സരമാണിത്. ഇന്ത്യ 41 റൺസിന് ജയിക്കുന്നു, ഫൈനൽ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില പരീക്ഷണങ്ങൾ ചിലപ്പോൾ മത്സരത്തിന്റെ ഗതി തിരിച്ചാൽ അതിന്റെ ഉത്തരം പറയേണ്ടത് ഇവർ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതിലിപ്പോ അവസാനത്തെ 5 ഓവർ കാണുന്ന സമയത്ത് നമ്മൾ 200 റൺസിലേക്ക് എത്തേണ്ട ഒരു മത്സരത്തിൽ അവസാനത്തെ 5 ഓവർ അതെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബംഗ്ലാദേശ് ഭയങ്കര സ്ലോ ഓവർ ബോളുകൾ കൊണ്ട് പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. തൻസീമും മുസ്തഫിസുർ റഹ്മാനും അവസാന ഓവർക്ക് എറിഞ്ഞ സൈഫുദ്ദീനും ഒക്കെ സ്ലോ ഓവർ ബോളുകൾ കൊണ്ട്, പിന്നെ ഫാസ്റ്റ് ബോളേഴ്സ് ആയിരിക്കാം അവർ, പേസ് ബോളേഴ്സ് ആയിരിക്കാം, സ്ലോ ഓവർ ബോൾ കൊണ്ട് പിന്നെ നന്നായി ഇന്ത്യൻ ബാറ്റർമാരെ പരീക്ഷിക്കുന്നത് കണ്ടു. അതിൽ ഹാർദിക് പാണ്ഡ്യ പിന്നെയും അവസാനം ഓവറുകളിൽ പിന്നെ കുറച്ച് കുറയത്. ഇന്ത്യൻ ബാറ്റിംഗ് നിര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 ബാറ്റർമാരാണ് 100-ന് മേലെ സ്ട്രൈക്ക് റേറ്റിൽ പോയിട്ടുള്ളത്. അഭിഷേക് ശർമ്മ അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പിന്നെ ശുഭ്മാൻ ഗില്ലാണ്, പിന്നെ ഹാർദിക് പാണ്ഡ്യയാണ്, പിന്നെ സൂര്യകുമാർ യാദവിന്റെ ഫോം. സാധാരണ നമ്മൾ സഞ്ജു അടക്കമുള്ള താരങ്ങളുടെ ഫോം ഔട്ടിനെ കുറിച്ച് വാചാലരാകുന്ന രാജ്യത്ത് തിലക് വർമ്മയുടെ സ്കോർ നോക്കൂ 5 അതെ. അപ്പൊ പക്ഷെ ചില ആളുകൾ പ്രത്യേകിച്ച് സഞ്ജുവിന്റെ കേസിൽ പിന്നെ ഫോം ഔട്ട് ആവുമ്പോൾ ഒരു ഘടിയിൽ സംബോധനാകുമ്പോൾ ഫോം ഔട്ട് ആവുന്ന സമയത്ത് കൃഷ്ണ കമാചാരി, ശ്രീകാന്ത് അവിടുന്ന് വിമർശനങ്ങൾ ഉയർത്തുന്നു, സുനിൽ ഗവാസ്കർ വിമർശനം ഉയർത്തുന്നു. പാകിസ്ഥാൻ ഷോയിബ് അക്തർ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് സഞ്ജു ആണെന്ന് പറയുന്നു. എന്തൊരു വിമർശനമാണ് സഞ്ജുവിനെതിരെ. അതെ അതെ അതെ. അപ്പോ ഇതില് പിന്നെ നമുക്ക് ആരാധകരുടെ അർത്ഥത്തിൽ പിന്നെ ധാർമ്മിക രോഷം കൊള്ളാം. പക്ഷേ ഇന്ത്യൻ മാനേജ്മെന്റ് അവർക്ക് അതിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഇന്ന് മത്സരത്തിന് മുമ്പ് ജിതേഷ് ശർമ്മ ഇറക്കുമോ എന്നുള്ള സഞ്ജുവിന് ഇന്ന് ബാറ്റിംഗിന് അവസരം കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും ആപ്റ്റ് ആയിട്ടുള്ള കളിക്കാരൻ ജിതേഷ് ശർമ്മയാണ്. കാരണം ജിതേഷ് ശർമ്മ നമുക്കറിയാം കഴിഞ്ഞ IPL ഫൈനലിൽ അദ്ദേഹത്തിന്റെ ഒരു മാസ്മരിക് ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു. RCB കപ്പടിക്കാൻ ഏറ്റവും യോഗ്യമായ അല്ലെങ്കിൽ RCB കപ്പടിപ്പിച്ച ഇന്നിംഗ്സ് ആയിരുന്നു ജിതേഷിന്റേത്. സഞ്ജുവിന് ബാറ്റിംഗിന് അവസരം കൊടുത്തില്ലെങ്കിൽ ജിതേഷിനെ ഇറക്കാമായിരുന്നു. അത് ഫൈൻ ചോയ്സ് ആയിരുന്നു. പക്ഷെ അക്സറിനെ നേരത്തെ ഇറക്കി എന്നുള്ളതാണ്. അക്സർ എന്ത് മലയാണ് മറിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലെന്തായാലും നമ്മൾ നോക്കേണ്ടത് ഒരു വലിയ റെക്കോർഡുകൾ, വലിയ നേട്ടങ്ങൾ നേടി നിൽക്കുന്ന ഒരു താരം. പിന്നെ കഴിഞ്ഞ ഒക്ടോബറിലാണ് സഞ്ജു ഒരു സെഞ്ചുറി അടിക്കുന്നതായിട്ട് അവസാനം T20 ക്രിക്കറ്റിൽ ഒരു വർഷം 3 സെഞ്ചുറി. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല. ഒരു വർഷം കൃത്യം തികഞ്ഞിട്ട് പോലും ഇല്ലെന്ന് ആലോചിക്കണം. T20 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കളിക്കാരൻ പിന്നെ ഒരു കലണ്ടർ ഇയറിൽ 3 സെഞ്ചുറി അടിക്കുക, 436 റൺസ്, 150 സ്ട്രൈക്ക് റേറ്റ്, 31 6 ആണ് സഞ്ജു കഴിഞ്ഞ വർഷം മാത്രം അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരൊറ്റ പരമ്പര ഇംഗ്ലീഷ് സീരീസ് കൊണ്ട് മാത്രം എഴുതിത്തള്ളാൻ അദ്ദേഹത്തെ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഏഷ്യ കപ്പിലേക്ക് എടുക്കുന്നത്. ഏഷ്യ കപ്പിൽ അത്ര മോശം പ്രകടനമൊന്നുമല്ല. അതിലാകെ പാകിസ്ഥാനെതിരായ മത്സരം മാത്രമാണ്. അതെ, ആകെ 2 അവസരം കിട്ടിയിട്ടുള്ളൂ. അതിലൊരു മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചാണ്. പാകിസ്ഥാനെതിരെ പരാജയപ്പെട്ടു. ഇന്നാണെങ്കിൽ അവസരമില്ല എന്നുള്ളത്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് അവസാനം സഞ്ജു ബെഞ്ചിൽ ഇരുന്നിട്ട് സഞ്ജുവിന്റെ ഒരു ചിരിയുണ്ട്. ഒരു നഷ്ടങ്ങൾ നേരിട്ട് വേണ്ട ഒരു ചിരി. ബീങ് സഞ്ജു സാംസൺ ഈസ് നോട്ട് ഈസി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ട്വീറ്റുകൾ നമ്മളൊക്കെ കണ്ടു. അപ്പം സഞ്ജു ആവുക എന്നത് ഒരിക്കലും എളുപ്പമല്ല ഈ ഇന്ത്യൻ ടീം. ഒരു കൃത്യമായ സ്ലോട്ട് ഇല്ലാതെ എത്ര കാലം സഞ്ജുവിന് സർവൈവ് ചെയ്യാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ പാകിസ്ഥാന്റെ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് അവരുടെ ക്യാപ്റ്റന്റെ പരാജയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. കാരണം പാകിസ്ഥാൻ ടീമിലെ ഏക സെഞ്ചുറിയൻ ആയിരുന്ന മുഹമ്മദ് ആരിസിനെ അവർ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിങ്ങിന് പോലും ഇറക്കിയില്ല. അവസാനം വരെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതേപോലെ ഇന്ത്യക്ക് വേണ്ടി 3 സെഞ്ചുറികൾ നേടിയ ഒരു കളിക്കാരനാണ് അക്സർ പട്ടേലിനും ശേഷം ഇറങ്ങുക എന്നുള്ള ലൈനിലേക്ക്. ഈ മത്സരത്തിൽ എവിടെ പോയി ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇന്ത്യൻ മാനേജ്മെന്റ് ശരിക്കും ഇതിൽ ചെയ്യേണ്ടത് ഇപ്പോൾ അടുത്ത T20 ലോകകപ്പിലൊക്കെ സഞ്ജുവിന് അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായ സ്ലോട്ട് ഉണ്ടാകണം. ഒരു വലിയ ഒരു വിശ്വവേദിയിലൊന്നും ഇതുപോലത്തെ പരീക്ഷണങ്ങൾക്ക് മുതിരാൻ കഴിയില്ല. ഇത് ഒരു മത്സരം കഴിയുമ്പോഴേക്കും മൊത്തം ബാറ്റിംഗ് ഓർഡറിനെ പൊളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള ഒരു സംഗതി. വിശ്വവേദിയിലൊന്നും ഒരിക്കലും ഇതിന് മുതിരാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കൃത്യമായ ഒരു സ്ലോട്ട് ഉണ്ടാവുക, അതിൽ തന്നെ അദ്ദേഹത്തിനെ പരീക്ഷിക്കുക. ഇത് പരീക്ഷിച്ച് എവിടേക്കോ പരീക്ഷ ഇല്ലാതാക്കുകയാണ് ശരിക്കും. ശരിയാണ് കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിന് വേണ്ടത്ര കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ശരിയാണ് ഫോം. പക്ഷെ അതിന് മുമ്പത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു. കാരണം എല്ലാവരും പതറിയ മത്സരത്തിൽ ഒമാനെതിരെ അത്രയും ഹ്യൂമിഡിറ്റി പിച്ചിൽ അദ്ദേഹം ഒരു 50 അടിച്ചു, ടീമിന് നെടുന്തൂണായി, മാൻ ഓഫ് ദി മാച്ചായി. അതിനുശേഷം കഴിഞ്ഞ മത്സരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഒറ്റ മത്സരത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ. സഞ്ജുവിന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, സഞ്ജു വീക്കസ്റ്റ് ആണ്. അപ്പോഴാണ് ഇന്ത്യൻ മാനേജ്മെന്റ് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ട സമയമാണ്. കുറച്ചുകൂടി നേരത്തേക്ക് ഇറക്കിയിട്ട് അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ ഇത് നിനക്ക് ഫോം ഔട്ട് ആണ്, നീ ഫോം ഔട്ട് ആണ്, നീ അവിടെ ഇരി, ആ ഒരു ലൈനാണെന്ന് തോന്നുന്നു.
ഏതായാലും പിന്നെ ഇപ്പൊ ജിതേഷ് ശർമ്മയൊക്കെ പുറത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അടുത്ത T20 ലോകകപ്പിൽ സഞ്ജുവിന് സ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏഷ്യ കപ്പിലെ മികച്ച പ്രകടനങ്ങളായിരിക്കണം പിന്നെ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇതിപ്പോ സ്ലോട്ടില്ല, അവസരം കിട്ടാത്തൊരു മനുഷ്യനെ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടീം സെലക്ഷന്റെ സമയത്ത് തന്നെ സഞ്ജു ഏറ്റവും മികച്ച രീതിയിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്ത ഒരു താരമാണ്. ആ ഒരു നല്ല രീതിയിൽ, അതായത് രണ്ടുപേരും ഒരാൾ അടിക്കാതെ മറ്റേ അടിക്കുകയല്ല ചെയ്യുന്നത്, രണ്ടുപേരും ഒരുമിച്ച് ഫോമിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന സമയത്ത് ഈ ശുഭ്മാൻ ഗിൽ എന്ന താരത്തെ, ഇന്ത്യയുടെ ടെസ്റ്റ് നായകനായ ശുഭ്മാൻ ഗില്ലിനെ ഈ ടീമിലേക്ക് എത്തിക്കുന്നു. ഒരു പ്രിവിലേജ്ഡ് ബോയ് ആയിട്ട് അദ്ദേഹം ഇവിടെ എത്തുന്നു. ഓട്ടോമാറ്റിക് ചോയ്സ് ആയിട്ട് ഓപ്പണർ ആക്കുന്നു. സെലക്ഷന്റെ സമയത്ത് ഈ ടീം പ്രഖ്യാപന സമയത്ത് അഗാർക്കറൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സഞ്ജുവിന് ഓപ്പണിംഗ് സ്ലോട്ട് കിട്ടിയത്. അതായത് അവര് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നീ മാറിക്കൊടുത്തേക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഓപ്പണിംഗ് സ്ലോട്ടൊന്നും ഈ അടുത്തൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പരമ്പര കഴിയുമ്പോൾ സഞ്ജുവിന്റെ സ്ലോട്ട് പോലും ചോദ്യചിഹ്നമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ശരിക്കും ഫോമോട്ടുള്ള കളിക്കാരനെ പിന്തുണക്കുന്നതിന് പകരം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2019 വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഗംഭീറിന്റെ ട്വീറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിന്നെ വിക്കറ്റ് കീപ്പർ മാത്രമല്ല ഏറ്റവും മികച്ച ടെക്നിക്കുള്ള ബാറ്റ്സ്മാൻ കൂടിയാണ് സഞ്ജു സാംസൺ. സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ അത് ഇന്ത്യയുടെ നഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ഈ ഗൗതം ഗംഭീർ സഞ്ജുവിനെ നന്നായി ബാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള റിയാലിറ്റിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ട്വീറ്റ് എന്ന് പറയുമ്പോൾ 2019 ലോകകപ്പിന്റെ തൊട്ട് മുമ്പായിരുന്നു. ആ സമയത്ത് ധോണിക്കൊപ്പം തന്നെ ഋഷഭ് പന്താണോ ധോണിയുടെ പിൻഗാമി എന്നുള്ള ചർച്ചകൾ വരുന്ന സമയത്താണ് ഗംഭീറിന് ഇങ്ങനത്തെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ധോണിയുടെ പകരക്കാരനായി പന്ത് ടീമിൽ നേടുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷം ഗംഭീർ കോച്ചായി വരുന്നു. രാഹുൽ ദ്രാവിഡ് കോച്ചായ സമയത്ത് സഞ്ജുവിന് ഒരിക്കലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഗുരുവാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ, ഇന്റർനാഷണൽ അറീനയിൽ ഒരു അവസരം വരുമ്പോൾ ഒരിക്കലും അവസരം ദ്രാവിഡ് വേണ്ടത്ര നല്ല രീതിയിൽ കൊടുത്തിട്ടില്ല. സഞ്ജുവിന്റെ അച്ഛൻ തന്നെ അതിനെതിരെ പറഞ്ഞുകൊണ്ട് രംഗത്തൊക്കെ എത്തിയിരുന്നു. അപ്പം ഗംഭീറിന് ഇങ്ങനെ ഒരു അവസരമുണ്ട്, സഞ്ജുവിന് കുറച്ചുകൂടി ബാക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റിങ്ങിന് പോലും, അതായത് ഇങ്ങനെ വൈകി ഇറക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് പോലും മനസ്സിലാവുന്നില്ല. ഒരു ദുരൂഹമായിട്ടുള്ള കാരണമായിട്ടാണ് എനിക്ക് തോന്നുന്നു. ഇനി ഫൈനലാണ്. ഫൈനലിന് മുമ്പ് നമുക്കൊരു മത്സരം കൂടി ഉണ്ട്. ഫൈനലിലേക്ക് ഏറെക്കുറെ സ്ലോട്ട് ഉറപ്പിച്ചു. ബംഗ്ലാദേശിന്റെ സാധ്യതകൾ ഇനി ബാക്കിയെടുപ്പുണ്ട്, പാകിസ്ഥാന്റെ സാധ്യതകൾ ബാക്കിയെടുപ്പുണ്ട്. അടുത്ത മത്സരം ആര് ജയിക്കുന്നു അവരായിരിക്കും ഫൈനലിൽ കിട്ടുക. ബംഗ്ലാദേശിനെ തന്നെയായിരിക്കും വരിക. ബംഗ്ലാദേശ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫൈനൽ ഇതുപോലെ ഒരു മത്സരമായിരിക്കും. ഇതിനേക്കാൾ ചിലപ്പോൾ മികച്ച പോരാട്ടം വരും ബംഗ്ലാദേശ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ. ബംഗ്ലാദേശ് ഒരു ടീം എന്ന നിലയിൽ ഒരു ഒത്തുതീർപ്പോടെ കളിച്ചൊരു മത്സരമാണ്. ഏതെങ്കിലും 1-2 ബാറ്റ്സ്, അവരുടെ ക്യാപ്റ്റൻ ഇന്ന് കളിക്കാനുണ്ടായിരുന്നില്ല. ലിറ്റൻ ദാസ് പരിക്ക് കാരണം പുറത്താണ്. ഒരുപക്ഷെ ലിറ്റൻ ദാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. കാരണം സേഫ് കളിക്ക് മുമ്പ് തന്നെ നമ്മൾ പിന്നെ വിലയിരുത്തൽ പറഞ്ഞു ഈ സേഫ് ഹാസനെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു. കാരണം അദ്ദേഹം ഒറ്റക്കാണ് ഒരുവിധം ഇന്ത്യയെ ഒരു സമയത്ത് ആ ഓരോ ഓവറിലും 2 6 ഒക്കെ വെച്ചിട്ട് അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരിക്കലും ഈ ഒരു സ്കോർ ബോർഡ് കാണുമ്പോൾ നമ്മൾ വലിയൊരു വിജയം നേടിയതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ബംഗ്ലാദേശ് കൃത്യമായ ഒരു ഫൈറ്റ് ഈ മത്സരത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ് അവർ തമ്മിലുള്ള പോരാട്ടം. അവർ ആര് ഫൈനലിൽ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യ വിഷയം. അപ്പോൾ നമുക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ എങ്ങനെ ഇന്ത്യയുടെ ഈ സഞ്ജുവിന് അടുത്ത മത്സരത്തിൽ ബാറ്റ് കിട്ടുമോ, അവസരം കിട്ടുമോ എന്നും മറ്റുമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.